ഇടുക്കി കല്ലാർകുട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചിട്ട് കാലങ്ങളായി. സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റി. കല്ലാർകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതിയാണ് ഇന്ന് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. 2019 കല്ലാർ അണക്കെട്ടിൽ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. KSEB, ഹൈഡൽ ടൂറിസവും മുതിരപ്പുഴ ടൂറിസം സൊസൈറ്റിയും സഹകരിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ ഏറെ പ്രതീക്ഷയുടെ തുടക്കം കുറിച്ച പദ്ധതി ഇന്ന് അനാഥമായ അവസ്ഥയിലാണ്. ആദ്യ നാളുകളിൽ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. ഉദ്യോഗസ്ഥ സർക്കാർ അലംഭാവത്തിൽ സെന്ററിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം കല്ലാർകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ നാശത്തിന്റെ വക്കിലാണ് ഈ സെന്റർ. വലിയ കൊട്ടി ഘോഷിച്ചാണ് കല്ലാർകുട്ടി ഡാമിൽ ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചത്. എന്നാൽ ഇന്ന് ഒന്നുമില്ലാത്ത രീതിയിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നിടത്ത് ആ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത രീതിയിൽ അത് നിലച്ചു പോയിരിക്കുന്നു. എന്താണ് അതിനകത്ത് നടന്നതെന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണം. അതുകൊണ്ട് മനോഹരമായ കല്ലാർകുട്ടി ഡാമിലൂടെ സഞ്ചാരികൾക്ക് അവരുടെ ആവശ്യാനുസരണം കൺകുളിർക്കെ കാഴ്ചകൾ കാണുവാനുള്ള ബോട്ടിംഗ് സർവീസ് ഉടൻ തന്നെ ആരംഭിക്കണം. അതിനെന്ത് നടപടിക്രമങ്ങൾ എടുത്താലും വേണ്ടില്ല. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇവിടെ വസിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ വരുമാനം കിട്ടുന്ന ഒരു വലിയ പദ്ധതിയാണത്. ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ആ ബോട്ടിംഗ് സർവീസ് ഉടൻ തന്നെ പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട്. പദ്ധതി നിലയ്ക്കാൻ വിവിധങ്ങളായ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ പദ്ധതി പൂർണ്ണമായും നിലച്ചതിന്റെ നിരാശ പ്രദേശവാസികൾക്കുമുണ്ട്. പദ്ധതി പാളാനുണ്ടായ സാഹചര്യങ്ങൾ വിലയിരുത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.